നഷ്ടമായത്. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപക സമൂഹത്തിന്റെ പ്രസരിപ്പായിരുന്നു ഏവർക്കും പ്രിയങ്കരിയായിരുന്ന സ്വപ്ന രാജേഷ് ടീച്ചർ. 10C ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും സഹ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും അഭിമാനവും ആഹ്ലാദവുമായിരുന്ന സ്വപ്ന ടീച്ചർ ഇന്നലെ 1/7/2026 നന്നായി പഠിപ്പിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വീട്ടിലേക്ക് പോയതാണ്. പതിവ് പോലെ ഇന്ന് രാവിലെ സ്കൂളിലെത്താമെന്ന പ്രതീക്ഷയിലാണ് പ്രിയ ടീച്ചർ പോയത്. എന്നാൽ വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടാവുകയും ജീവൻ നഷ്ടമാകുകയുമാണ് ഉണ്ടായത്. പ്രിയ കൂട്ടുകാരെ, 2 ഗുരുശ്രേഷ്ഠർ അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി ലോകത്തോട് യാത്ര പറഞ്ഞു. ഹേസ്ലെറ്റ് സിസ്റ്ററിന്റെയും സ്വപ്ന ടീച്ചറിന്റെയും വിദ്യാർത്ഥികൾ മൃതദേഹ പേടകങ്ങൾക്കരികിലൂടെ വിങ്ങിക്കരഞ്ഞു നീങ്ങുന്നത് കണ്ടു. വിദ്യാഭ്യാസ കാലത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഫുൾ A+ വാങ്ങുന്നതോ കലാതിലകമോ പ്രതിഭയോ ആകുന്നതോ ആണ്. സമ്മാനങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും താൻ ബഹുമാനിക്കുന്ന അധ്യാപകരുടെ പ്രീതിയും വാത്സല്യവും തന്നോടൊപ്പമുണ്ട് എന്ന ഓരോ വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസവും ഉള്ളിലെ അഭിമാനവുമല്ല അല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം? തീർച്ചയായും അതെ. അതിന് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായാൽ മതി. അധ്യാപകരോട് എത്രമാത്രം അടുപ്പമാകാം? അമ്മയോളം അച്ഛനോളം എന്നേ ഉത്തരമുള്ളൂ. നമ്മുടെ ഭാരതീയ ദർശനത്തിൽ മാതാവും പിതാവും ഗുരുവും ദൈവതുല്യരാണ്. ഗുരുദേവോ ഭവ എന്നു തന്നെയാണ് നമ്മുടെ പ്രമാണം. ദൈവതുല്യമാണ് ഗുരുസ്ഥാനം. ഗുരുത്വം എന്ന മഹാകൃപ വിദ്യാർത്ഥിയിലേക്ക് വർഷിക്കാൻ ഉള്ളിൽ വെളിച്ചമുള്ള ഗുരുവിന് മാത്രമേ കഴിയൂ. അതിനാൽ നമ്മുടെ എല്ലാ അധ്യാപകരെയും നമുക്ക് അങ്ങേയറ്റം ആദരിക്കാം. ഒട്ടും ബാക്കി വെക്കരുത്. അവരെ അമ്മയെ പോലെ സ്നേഹിക്കുക. സ്നേഹം ഒട്ടും കുറച്ചു കളയരുത്. അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കരുത്. പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. സ്വപ്ന ടീച്ചറിനോടും ഹേസ്ലെറ്റ് സിസ്റ്ററിനോടും പിന്നീട് പറയാനായി അവരുടെ പല വിദ്യാർത്ഥികളും മാറ്റിവെച്ചത് അവരുടെ ഉള്ളിൽ ബാക്കിയാവുകയാണ്